ഹലോ ഗൈസ്, ഹാപ്പി സൺഡേ. എല്ലാവർക്കും സ്കന്ദഷഷ്ഠി ആശംസകൾ. ഇന്നത്തെ സൺഡേയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ള ക്ഷേത്ര ദർശനം ഉണ്ടായിരുന്നു. അത് നമ്മുടെ സ്വന്തം കേരളപ്പഴനിയായ ചേച്ചേരിക്കുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കായിരുന്നു ഇന്ന് നമ്മൾ പോയത്. അതുപോലെ ഈ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി 2 എൻട്രൻസ് ആണുള്ളത്. ഒന്ന് നമുക്ക് സ്റ്റെപ്പ് വഴി കയറിയിട്ടുള്ളതും, ഒന്ന് ഇതുപോലെ നമുക്ക് വണ്ടികളിൽ ആ ഒരു അമ്പലത്തിൻ്റെ സന്നിധി വരെ എത്താൻ പറ്റുന്ന രീതിയിലുള്ള 2 വഴികളാണുള്ളത്. അപ്പോൾ സ്റ്റെപ്പ് വഴി കയറുകയാണെങ്കിൽ അതിൻ്റെ അടിവാരത്ത് തന്നെ അടിവാര ഗണപതി എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ അമ്പലം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെപ്സ് കയറിയിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ഇതേ പ്ലേസിൽ തന്നെയായിരിക്കും നമ്മൾ എത്തിച്ചേരുക. അപ്പോൾ ഇന്ന് ഷഷ്ഠി, നാളെയാണ് ശരിക്കും തിങ്കളാഴ്ച സ്കന്ദഷഷ്ഠി വരുന്നത്. ഇന്ന് അതിൻ്റെ തലേദിവസം ആയതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും തൊഴാൻ വേണ്ടി നമുക്ക് അത്ര തിരക്ക് കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങാൻ പറ്റി. പക്ഷേ വഴിപാട് കൗണ്ടറിലായാലും തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷമായാലും നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. നല്ല ക്യൂവിലായിരുന്നു എല്ലാവരും നിന്നിരുന്ന്. പോരാ നല്ല വെയിലും ഉണ്ടായിരുന്നു. നമ്മളിതിന് മുന്നേ ജൂണിൽ മഴയുള്ള ടൈമിൽ ഒരു വട്ടം പോയിരുന്നു. അപ്പോൾ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് പോയപ്പോഴേക്കും സൈഡിലൊക്കെ കുറച്ചുകൂടി പണികളുണ്ടായിരുന്നു. പക്ഷേ ഫ്രണ്ടേജ് കളർഫുള്ളാക്കിയിരുന്നു, ഒന്നും പറയാനില്ല. പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ഫ്രണ്ടിലോട്ടുള്ള വ്യൂവും, തൃശ്ശൂർ ജില്ലയിലെ അത്യാവശ്യം കുറച്ചൊക്കെ ഭാഗങ്ങൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് അവിടെ നിന്ന് വരുന്നത്. അതുപോലെ ഒരു കേരള തമിഴ്നാട് സ്ട്രക്ചറിലാണ് നമുക്ക് ഈ ഒരു പ്ലേസ് കാണുമ്പോൾ തോന്നുന്നത്. കാരണം വലിയ ആൽമരവും ഒരു തമിഴ്നാട് സ്റ്റൈൽ അമ്പലത്തിൻ്റെ ഒരു രീതികളും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ഒരുപാട് വഴിപാടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളുവൻപാട്ട് ഉണ്ടായിരുന്നു. എല്ലാ സൺഡേസും നമുക്ക് അവിടെ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഫുഡ് ഉണ്ടാവാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിലായിട്ട് കഞ്ഞിയാണ് പൊതുവെ ഉണ്ടാവുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കഞ്ഞിയായിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ കുടിക്കാനൊന്നും നിന്നില്ല, കാരണം നമുക്ക് വേറൊരു അമ്പലത്തിൽ കൂടി പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് മതിക്കുന്ന് ദേവീക്ഷേത്രത്തിലേക്കാണ് വന്നത്. ആ ഒരു പോരുന്ന വഴിയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു അമ്പലം ഉള്ളത്. ഞായറാഴ്ച ആയതുകൊണ്ടാവാം നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും നമ്മൾ പെട്ടെന്ന് തൊഴുതിറങ്ങി. നമ്മൾ 8 മണിക്ക് ഇറങ്ങിയത്, ഇപ്പോൾ 10:30 ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല. മിക്ക സൺഡേസ് ഇങ്ങനെ ആയിരിക്കുമല്ലോ, എന്തെങ്കിലും ചേഞ്ചസ് ഇല്ലാതെ ഒരു സൺഡേ കടന്നു പോകില്ല. അതുപോലെ തന്നെയാണ് ഇന്നത്തെ ദിവസം. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡും കൂടി കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത്. ഇന്ന് നല്ലൊരു സൺഡേ ആയിരുന്നു. നല്ല ബ്ലെസ്ഫുള്ളായിട്ടൊരു സൺഡേ ആയിരുന്നു. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തായിരുന്നു ഇന്നത്തെ അമ്പലദർശനവും കാര്യങ്ങളൊക്കെ. താങ്ക് യു.